റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മക്കൾ എന്ത് ചെയ്യണം? അറ്റൻഡൻസ്, മാർക്ക് യുവർ അറ്റൻഡൻസ്. Okay, good morning. Let us start. Yes, എല്ലാവരും ഒരു അറ്റൻഡൻസ് മാർക്ക് ചെയ്തോ മക്കളെ? എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തോ? 10 പേരേ ആയിട്ടുള്ളൂ. ഇനിയുണ്ട് കുട്ടികൾ വരാൻ. റെഡി? only okay. Today we are going to learn about our whole numbers. What? Whole numbers. എന്താ ഹന്ന റോസ്? ഓക്കെ വെയിറ്റ്, ടീച്ചർ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ മക്കളെ, സ്ക്രീൻ ഷെയർ ചെയ്യാൻ ഒരു 2 മിനിറ്റ് ലേറ്റ് ആകട്ടെ. ടീച്ചർ കാണുന്നുണ്ട്. ഓക്കെ, ദെൻ എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ് ടെസ്റ്റ് ഒക്കെ? നല്ലതായിരുന്നോ? എല്ലാവർക്കും പേപ്പറിന് മകട്ടില്ലേ? കുറച്ച് 1-2 കുട്ടികൾക്ക് ടീച്ചർ സെൻഡ് ചെയ്യാനുണ്ട്. ബാക്കി എല്ലാ കുട്ടികളും ഓൾമോസ്റ്റ് ടീച്ചർ അയച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടാ? എങ്ങനെയുണ്ട് മക്കളെ? ബുദ്ധിമുട്ടായിരുന്നോ എളുപ്പമായിരുന്നോ? ഏജിന് നല്ല. സാറേ അത് സ്ക്രീൻ ഷെയർ പറ്റുന്നില്ല. അതൊരു പ്ലഗ് കൂടെ വേണമെന്ന് അവർ പറയുന്നു. ഒരു പ്ലഗും കൂടെ വേണമെന്ന് അവർ പറയുന്നു. സ്റ്റോപ്പ്. ഇത് പിന്നെ പെൻ ഡ്രൈവില് ലാസ്റ്റത്തെ
Okay, can you see this screen? കാണാൻ പറ്റുന്നുണ്ടോ? മൊബൈലിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഏഞ്ചൽ, ഏഞ്ചൽ അൺമ്യൂട്ട് ചെയ്തേ മോളെ. ഏഞ്ചൽ, ഏഞ്ചൽ സ്റ്റക്കായി നിൽക്കാൻ തോന്നല്ലോ. ഓക്കെ, ദെൻ ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട്. ഷോ മി യുവർ തമ്പ്. ഗുഡ്. Lakshmi Priya, good. Okay, let's start. Look here. In our second chapter, we are going to learn about whole numbers. എന്താ സായി കൃഷ്ണ? അൺമ്യൂട്ട് ചെയ്തേ സായി കൃഷ്ണ. മിസ് പറയുന്നു. ഓക്കെ, ശരി. ഇപ്പോ ശരിയായോ? Okay, good. Noga, now listen here. Whole numbers. Then what is natural number? What is natural numbers? And the natural number, alle counting number. You are familiar with the counting number. What is counting number? Avani, എന്താ കൗണ്ടിങ് നമ്പർ എന്ന് പറഞ്ഞാല്? ആർക്കാ പറയാൻ പറ്റുന്നത് കൗണ്ടിങ് നമ്പർ എന്താ? കൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എണ്ണുക എന്നല്ലേ അർത്ഥം. കൗണ്ട് ചെയ്യുക പറഞ്ഞാൽ എന്താണ്? എണ്ണുക എന്നല്ലേ അർത്ഥം. അപ്പം കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഖ്യകൾ, അതായത് 1 2 3 4 5 അങ്ങനെ അങ്ങ് പോവും ഇല്ലേ? അതാണ് കൗണ്ടിങ് നമ്പേഴ്സ്. ഈ കൗണ്ടിങ് നമ്പേഴ്സിന്റെ എന്നെ വിളിക്കുന്ന വേറൊരു പേരാണ് നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്? പറഞ്ഞേ, നാച്ചുറൽ നമ്പേഴ്സ്. നിങ്ങള് ടീച്ചർ പറയുന്ന വാക്കുകൾ റിപ്പീറ്റ് ചെയ്യണം. കാരണം പുതിയ വാക്കുകളായതുകൊണ്ട് അത് മക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റില്ല. ഇനി വരാൻ പോകുന്നതൊക്കെ കുറച്ച് നമ്മൾ ഫെമിലിയർ അല്ലാത്ത വേർഡ്സുകളാണ്. സോ ടീച്ചർ പറയുമ്പോൾ കൂടെ പറയണം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ കൗണ്ടിങ് നമ്പേഴ്സ് ആർ ഓൾസോ നോൺ ആസ് നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ്? Counting numbers are also known as natural numbers. Counting numbers means 1 2 3 extra നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. നമ്മൾക്കിനി ഈ നാച്ചുറൽ നമ്പറും കൗണ്ടിങ് നമ്പറും ഒക്കെ പല പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന കണക്കിൽ വരും. അന്നേരപ്പോൾ കൺഫ്യൂഷൻ വരാൻ പാടില്ല. എന്താ ഈ നാച്ചുറൽ നമ്പർ, എന്താ ഈ ഹോൾ നമ്പർ, കൺഫ്യൂഷൻ വരാൻ പാടില്ല. അതുകൊണ്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ച് അപ്പോൾ തന്നെ വാക്കുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. Next is whole number. What? Whole number. Whole number means natural numbers along with 0. Natural numbers along with 0. That is whole number. അതായത് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് ഓർ കൗണ്ടിങ് നമ്പേഴ്സ് പ്ലസ് 0. 0 കൂടെ വരുമ്പോൾ അതുൽ ഇവിടെ ശ്രദ്ധിച്ചേ മോനെ. അതുൽ, ലിസൺ ഹിയർ. ഓക്കെ, അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ 0യും കൂടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ പേര് മാറി, അത് ഹോൾ നമ്പറായി മാറി. അപ്പോൾ എന്താണ് മക്കളെ നാച്ചുറൽ നമ്പർ? ആരാണ് സ്ക്രീനിൽ വരയ്ക്കുന്നത്? നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഹോൾ നമ്പേഴ്സിലെ കൗണ്ടിങ് നമ്പേഴ്സിന്റെ കൂടെ 0യും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു 0യും കൂടെ കൗണ്ടിങ് നമ്പറിന്റെ കൂടെ വന്നു കഴിയുമ്പോൾ അത് ഹോൾ നമ്പേഴ്സ് ആയിട്ട് മാറുന്നു. ഓക്കെ, ഇനി നോക്കിക്കേ, സ്ക്രീനിൽ വരയ്ക്കരുത് കേട്ടല്ലോ. ആരാണ് വരയ്ക്കുന്നത്? ടീച്ചർ ആളെ കണ്ടുപിടിക്കും. അടുത്തത് predecessor and successor. എന്താണ് predecessor and successor? predecessor എന്ന് പറഞ്ഞാൽ നമുക്കൊരു സംഖ്യ തരും. ആ സംഖ്യയ്ക്ക് മുമ്പിൽ വരുന്ന സംഖ്യയാണ് predecessor. ആ സംഖ്യയ്ക്ക് ശേഷം വരുന്ന സംഖ്യയാണ് successor. ഓക്കെ, ഒരു സംഖ്യ തന്നിട്ട് നമ്മൾക്ക് predecessor കാണുകയാണെങ്കിൽ സബ്സ്ട്രാക്ഷൻ ആണ്. അതായത് തന്നിരിക്കുന്ന സംഖ്യയിൽ നിന്നും 1 സബ്സ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് predecessor കിട്ടും. തന്നിരിക്കുന്ന സംഖ്യയോട് 1 ആഡ് ചെയ്താൽ നിങ്ങൾക്ക് സക്സസർ കിട്ടും. അതിനാണ് ടീച്ചർ ബോക്സിനകത്തിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ബോക്സിനകത്തിട്ട് നിങ്ങൾക്ക്
തന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ നോക്കാം, നമ്പർ 18. നമ്പർ 18ന്റെ പ്രെഡിസിസർ ആരാ? 18 - 1 ദാറ്റ് ഈസ് 17. ആണോ അതുൽ? അതുലാണോ? ആവണി അല്ലേ? അങ്ങനെയാണെങ്കിൽ സക്സസറോ? ഗുഡ്. അങ്ങനെയാണെങ്കിൽ സക്സസറോ 18 + 1 ആണ്, അതായത് ദാറ്റ് ഈസ് 19. ലുക്ക് ഹിയർ, നെക്സ്റ്റ് നമ്പർ 352. 352. In this number, predecessor is 352 - 1. That is 351. 351. അതില് സക്സസർ 353. 353. നെക്സ്റ്റ് 5475. അതിന്റെ predecessor എന്ന് പറഞ്ഞാൽ 5475 - 1, that is 5474. എന്താവണി? മനസ്സിലാവുന്നില്ലേ? അതിന്റെ സക്സസർ എന്ന് പറയുന്നത് 5476. നെക്സ്റ്റ് നെക്സ്റ്റ് നമ്പർ 12,000. നിങ്ങൾക്ക് ചെറിയ നമ്പേഴ്സ് ഒന്നും അല്ല കേട്ടോ, നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി ഞാൻ 2 ഡിജിറ്റും 3 ഡിജിറ്റും 4 അങ്ങനെ എടുത്തു വരുന്നതാണ്. നിങ്ങൾക്ക് മിക്കവാറും 5, 6 ഡിജിറ്റ് ഒക്കെയാണ് വരുന്നത്. നമ്മൾ 5 മീൻസ് 4, 5 ഡിജിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ 12,000 ഉണ്ട്. 12,000ന്റെ predecessor എന്ന് പറഞ്ഞാൽ ആ സംഖ്യയിൽ നിന്നും 1 സബ്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. ഏഞ്ചൽ സ്റ്റക്കായി മാറിയില്ലേ? ഓക്കെ, അത് 11,999. ദെൻ അതിന്റെ സക്സസർ എന്ന് പറയുന്നത് ഈ 12,000 + 1 ആണ്, ദാറ്റ് ഈസ് 12,001. ആൻസർ. നെക്സ്റ്റ് നോക്കുക, ഇനി നമ്മൾ വരാൻ പോകുന്നതാണ്, നമ്മൾ നമ്പർ ലൈൻ പഠിക്കാൻ പോകുന്നു. എന്തുട്ടാ മക്കളെ? എന്താ അതിന്റെ പേര്? നമ്പർ ലൈൻ. നമ്പർ ലൈൻ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്പർ ലൈൻ? നിങ്ങൾ എങ്ങനെയാണ് നമ്പർ ലൈൻ വരയ്ക്കുക? ഇനി ശ്രദ്ധിച്ചു കേട്ടോണം. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. നിങ്ങളുടെ കയ്യിൽ സ്കെയിൽ ഉണ്ടല്ലോ, ഏറ്റവും കുറഞ്ഞത് 15 സെന്റിമീറ്റർ വരുന്ന സ്കെയിൽ ഉണ്ടല്ലോ. ഇനിയത്തെ ക്ലാസ്സിൽ വരുമ്പം പിന്നെ സ്കെയിലും പെൻസിലും ഒക്കെ വേണം കേട്ടോ. ടീച്ചർ ഇടയ്ക്ക് പറയും വരയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സമയത്തെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഈ നമ്പർ ലൈൻ എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേഷൻസ്, അഡീഷൻ, മൾട്ടിപ്ലിക്കേഷനും സബ്സ്ട്രാക്ഷനും, ഡിവിഷൻ ഉണ്ട്, പക്ഷെ നമുക്ക് ഇപ്പൊ അതിനെക്കുറിച്ച് കാര്യമായിട്ട് ഇപ്പൊ പഠിക്കണ്ട. നമുക്ക് അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും പഠിച്ചാൽ മതി. ഈസി ആണത് ഈ നമ്പർ ലൈൻ ഉപയോഗിച്ച് ഇത് ചെയ്യാൻ. സോ അതിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ബുക്കിൽ ഫസ്റ്റ് നിങ്ങളുടെ സ്കെയില് വെക്കണം. എന്ത് ചെയ്യണം? നോട്ട് ബുക്കിൽ സ്കെയിൽ വെച്ചിട്ട് ക്വസ്റ്റ്യൻ എഴുതിയ ശേഷം നോട്ട് ബുക്കിൽ സ്കെയിൽ വെച്ചിട്ട് 0 to 15 വരെ മാർക്ക് ചെയ്യുക. എന്താണ്? 0 to 15 വരെ മാർക്ക് ചെയ്യുക. എങ്ങനെയാണ് ഇത് ഈക്വൽ ഡിസ്റ്റൻസിൽ? ഹൗ ക്യാൻ ഡിവൈഡ് ഇറ്റ് ഈക്വലി? ആ സ്കെയിലിൽ 0 to 15 വരെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഈ ഓരോ മാർക്കിന്റെ മുകളിൽ സ്കെയിൽ വെച്ചിട്ട് ഇവിടെ ഒരു ഡോട്ട് ഇടുക, ഇവിടെ ഒരു ഡോട്ട് ഇടുക, ഇങ്ങനെ ഡോട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. 3യുടെ മേളിൽ ഡോട്ട്, 4ന്റെ അങ്ങനെ 15 വരെ ഡോട്ട് ഇടുക. ആദ്യം ഫസ്റ്റ് സ്കെയിൽ വെച്ച് 15 വരെ വരയ്ക്കുക. അതിനുശേഷം സ്കെയിലിലേത് നോക്കിയിട്ട് കൃത്യ അളവിൽ ഓരോന്നിന്റെ മുകളിലെ ലൈനിന്റെ മേലെ ഡോട്ട് ഇടുക. ഡോട്ട് ഇട്ടിട്ട് ആ ഡോട്ടിന് താഴോട്ടൊരു വര വരയ്ക്കുക. ചെറിയൊരു വര മതി, സ്മോൾ ലൈൻ മതി, വര വരയ്ക്കുക. വര വരച്ചിട്ട് ഇവിടെ 0 എഴുതണം. ഈ ഫസ്റ്റ് ലൈനിൽ ഇവിടെയാണ് 0 എഴുതേണ്ടത്, ഈ ഗ്യാപ്പിനിടയ്ക്കല്ല. പിന്നെ ഈ 1ന്റെ ഇടയ്ക്ക് താഴെ 1 എഴുതണം. ഈ സെക്കൻഡ് ബാറിലെ 2, ഹിയർ 3, ഹിയർ 4, ഹിയർ 5, ഹിയർ 6, 7, 8, 9, 10 അങ്ങനെ 15 വരെ ചെയ്യണം. അണ്ടർസ്റ്റുഡ്? ആവണി മനസ്സിലാവുന്നുണ്ടോ? ഈസി അല്ലേ? ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ചെയ്യണം? സ്കെയില് ബുക്കിൽ വെച്ചിട്ട് 15 വരെ ഉള്ള സ്കെയിൽ വരയ്ക്കുക. അതിനുശേഷം സ്കെയിലിലേക്ക് നോക്കി നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തുന്നു. ഈ നമ്പേഴ്സ് താഴെയായിട്ട് വേണം ചെയ്യാൻ വേണ്ടി. ഓക്കെ, നമ്മൾ ഈ 0 to 1 വരെയുള്ള സ്പേസിനെയാണ് യൂണിറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 1 to 2 വരെയുള്ളതും എല്ലാം ഈ അകലങ്ങളെല്ലാം സെയിം ആണ്.
കേട്ടോ. ഈ അകലം അതുകൊണ്ടാണ് സ്കെയിലിലെ നമ്പർ അനുസരിച്ച് മാർക്ക് ചെയ്യാൻ പറയുന്നത്. ഇനി ഈ നമ്പർ ലൈൻ ഉപയോഗിച്ച് നമുക്ക് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്യാൻ പറ്റും. അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്യാൻ പറ്റും. ഇനി നോക്കാം. ഫസ്റ്റ് വൺ ഈസ് അഡീഷൻ. Now we want to add 3 plus 5. We know it is 8. We know it is 8. It is very simple. But here we use number line. Okay, number line ഉപയോഗിച്ച് നമ്മൾ അഡീഷൻ ചെയ്യുകയാണ്. അല്ലാതെ നിങ്ങൾ LKG മക്കളെ പോലെ 3 plus 5 ഈക്വൽ ടു 8 എന്ന് പഠിപ്പിച്ചതല്ല. അതിനെ എങ്ങനെ നമ്പർ ലൈൻ ഉപയോഗിച്ച് ചെയ്യാമെന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ഏഞ്ചൽ, ഏഞ്ചൽ, ലിസൺ ഹിയർ. ഓക്കെ, ലിസൺ ഹിയർ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ കണ്ടോ, 3 plus 5 ആണ് 8 അല്ലേ? അല്ലേ ആവണി? അപ്പോൾ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? കണ്ടോ, ഈ 3യിൽ നിന്നും വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഈ ഇമ്പോർട്ടൻസ് ആണ്. ഈ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. ഓക്കെ, ഏത് പോയിന്റിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് മാറിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് അഡീഷന്റെയും സബ്സ്ട്രാക്ഷന്റെയും കേസിൽ ശ്രദ്ധിക്കുക, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഈ 3യിൽ നിന്നുമാണ്. ഓക്കെ, അപ്പോൾ പെൻസിൽ ഇവിടെ വെച്ച് ഇതാ ഇവിടുന്ന് വേണം തുടങ്ങാൻ. ഈ പോയിന്റിൽ നിന്ന് കാണുന്നുണ്ടല്ലോ ടീച്ചർ, മൗസിന്റെ പോയിന്റ് കാണുന്നില്ലേ? ഈ 3യിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ദെൻ 5 നമ്പേഴ്സ്. Okay, and how many? 5 numbers മുമ്പോട്ട് പോകണം. That is start from 3. Start from 3. 3യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ജമ്പ് ഇവിടേക്ക് ചാടുക, 4ലേക്ക്. How many jumps? Total 5 jumps അല്ലേ? 3 plus 5 ആണ്. So 5 jumps. ഫസ്റ്റ് ജമ്പ് 4ലേക്ക്. Then second ജമ്പ് ഇവിടെ നിന്നും ഇവിടേക്ക് 5ലേക്ക്. Then 6ലേക്ക്. then 7ലേക്ക്, then 8ലേക്ക്. അങ്ങനെ ടോട്ടൽ 5 ജംപ്സ് കഴിഞ്ഞു കഴിയുമ്പോൾ 3യിൽ നിന്നും നമ്മൾ 8ൽ എത്തിത്തീരും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ആ ജമ്പ് ചെയ്യുന്നത് പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തി ആരോ മാർക്കും കൊടുക്കണം. ഇങ്ങോട്ട് ആരോ മാർക്ക് കൊടുക്കണം. കാരണം സബ്സ്ട്രാക്ഷൻ നമ്മൾ പുറകോട്ടാണ് പോകുന്നത്, അഡീഷന് മുമ്പോട്ടാണ് പോകുന്നത്, സബ്സ്ട്രാക്ഷൻ പുറകോട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളതിന് നമ്മൾ എപ്പോഴും ആരോ മാർക്ക് കൊടുത്തിരിക്കണം. ഓക്കെ, ആരോ മാർക്ക് കൊടുക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ഫ്രം 3, 3 to 4, 4 to 5, 5 to 6, 6 to 7, 7 to 8. അങ്ങനെ 3യിൽ നിന്നും നമ്മൾ 5 യൂണിറ്റ് ഡിസ്റ്റൻസ് ജമ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ 8ലെത്തും. ദാറ്റ് ഈസ് 3 plus 5. ഓക്കെ, ഇതുപോലെ നിങ്ങൾ കുറച്ച് കണക്കുകൾ ചെയ്യണം. ടീച്ചർ തരുന്ന PDF ഉണ്ടാവും കേട്ടോ, അത് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ടെക്സ്റ്റ് ബുക്കിലേയും ചെയ്യാം. ഈസി അല്ലേ മക്കളെ? ഈസി അല്ലേ? കുഞ്ഞു പിള്ളേർ ചെയ്യുന്ന കാണിക്കല്ലേ, ചിത്രം വരയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ അല്ലേ? സോ നെക്സ്റ്റ് ഈസ് സബ്സ്ട്രാക്ഷൻ. സെയിം തിരിച്ചു വരണം എന്ന് മാത്രം. നെക്സ്റ്റ് ഈസ് സബ്സ്ട്രാക്ഷൻ ഓൺ നമ്പർ ലൈൻ. സബ്സ്ട്രാക്ഷൻ ഓൺ നമ്പർ ലൈൻ. ഇതുപോലെ തന്നെ സ്കെയില് വെക്കുക, അതിനുശേഷം 0 to 15 വരെ മാർക്ക് ചെയ്യാം അല്ലേ? അതുല്ലേ 0 to 15 വരെ മാർക്ക് ചെയ്യാം. അതിനുശേഷം എന്താ വേണ്ടേ? 5 minus 3. We know answer is 2. ബട്ട് ഇതുണ്ടോ, എവിടുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാണ്? 5ൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 5ന്റെ നടുക്കു നിന്നുമല്ല, ജസ്റ്റ് സ്റ്റാർട്ട് ഫ്രം ദിസ് ലൈൻ. ഓക്കെ, ഈ ലൈനിൽ നിന്നും ഫസ്റ്റ് ജമ്പ് 4ലേക്ക് ചാടുക. അപ്പോൾ ഫസ്റ്റ് ജമ്പ് ഹൗ മെനി ടൈംസ് വി വാണ്ട് ടു ജമ്പ്? 3 ടൈംസ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ജമ്പ് ഹിയർ, ദെൻ സെക്കൻഡ് ജമ്പ് 3ല്, തേർഡ് ജമ്പ് 2ല്. നമ്മൾ എവിടെ എത്തി? 2ലെത്തി. അപ്പോൾ ദാറ്റ് ഈസ് 5 minus 3 is equal to 2. നോക്കുക, വാട്ട്സ് ദ ഡിഫറൻസ്? ഇൻ ദ കേസ് ഓഫ് അഡീഷൻ we jump forwards, but in the case of subtraction we jump backwards. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അഡീഷണൽ സബ്സ്ട്രാക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്പറുകളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ 3യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ 5ൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ 2 പോയിന്റ് ശ്രദ്ധിക്കണം. ദെൻ തേർഡ് വൺ ആരോ മാർക്ക് കൊടുക്കുന്നത്. നമ്മൾ എങ്ങോട്ടാണ് ജമ്പ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ആരോ മാർക്ക് കൊടുക്കണം.
ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ എന്നുള്ളതിന്റെ ആരോ മാർക്ക് കൊടുത്തിരിക്കണം. റെഡി? Then next is multiplication. ഹന്ന അൺമ്യൂട്ട് ചെയ്തേ മോളെ. എന്തോ അപ്പൊ ഈ സബ്സ്ട്രാക്ഷന്റെ ആ സീറോയ്ക്ക് മുമ്പിൽ ആ മറ്റേ അഡീഷന്റെ ചെയ്ത പോലെ അവിടെ വര വേണ്ടേ മോളെ? നമ്മൾ സ്കെയില് 1 to 15 വരെ വരയ്ക്കണം നമ്മുടെ നോട്ട് ബുക്കിൽ. ഓക്കെ, അത്രയൊന്നും വേണ്ട. പക്ഷെ നിങ്ങൾ സ്ഥിരമായി ചെയ്ത് കഴിഞ്ഞാൽ പ്രാക്ടീസ് ആകാൻ വേണ്ടിയാണ് ടീച്ചർ പറയുന്നത്. നിങ്ങൾ 1 to 15 വരെ നോട്ട് ബുക്കിൽ സ്കെയിൽ ഉപയോഗിച്ച് വരച്ചോ. ഓക്കെ, അങ്ങനെയല്ല. ആ ഫസ്റ്റ് ക്വസ്റ്റ്യനില് സീറോന്റെ ഇപ്പുറത്തോട്ടും വര വന്നിട്ടില്ലേ? ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെ വര വന്നിട്ടില്ല. ഏത് എൻഡ് പോയിന്റ് ആണോ മോൾ ഉദ്ദേശിക്കുന്നേ? അത് ഇവിടെ വരയുണ്ട് കേട്ടോ, അവിടെ വരയുണ്ട്. എൻഡ് പോയിന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതുപോലെ തന്നെയാണ്. എൻഡ് പോയിന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റും ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ സ്കെയിൽ വരയ്ക്കുമ്പോൾ എന്തായാലും ഇവിടെ വെച്ചല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, സീറോയോട് വെച്ചല്ലേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിന്റെ താഴെയാണ് സീറോ വരേണ്ടത്, ഈ ലൈനിന്റെ താഴെയാണ് 1 വരേണ്ടത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, 3യിൽ നിന്നും 5ൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണം. ഹോൾ നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സും ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഹോൾ നമ്പർ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ കൗണ്ടിങ് നമ്പർ, അതായത് നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളിലാണ് കൗണ്ടിങ് നമ്പർ. ആ കൗണ്ടിങ് നമ്പറിന്റെ വേറൊരു പേരാണ് നാച്ചുറൽ നമ്പർ. മനസ്സിലായോ? എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യയാണ് കൗണ്ടിങ് നമ്പർ 1 2 3 4. അതുപോലെ പിന്നെ എന്താണ്, ആ നമ്പറിന്റെ വേറൊരു പേരാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ ഒരു സീറോയും കൂടെ വന്നു കഴിയുമ്പോൾ അതിന്റെ പേര് മാറും. അതാണ് ഹോൾ നമ്പർ. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോൾ നമ്പർ ആൻഡ് നാച്ചുറൽ നമ്പർ? സീറോയാണ് അതിനകത്ത് ഹോൾ നമ്പറിനകത്ത് കൂടുതലുണ്ടാവുക. ഇനി ഞാൻ പറഞ്ഞു, ഇനി വരാൻ പോകുന്ന കണക്കുകളിൽ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് നമ്പേഴ്സിന്റെ പഠിക്കുമ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ഹോൾ നമ്പർ, എന്താണ് നാച്ചുറൽ എന്ന് തമ്മിൽ കൺഫ്യൂഷൻ വരാൻ പാടില്ല. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവണം, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നെക്സ്റ്റ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ. 4 into 3. ക്വസ്റ്റ്യൻ നോക്കിക്കേ. 4 into 3, we know answer is 12. ഈ 4 into 3യിൽ അഡീഷനും സബ്സ്ട്രാക്ഷനിലും വെച്ച് പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ അത് സീറോ. ഇവിടെയാണ് സീറോ, ടീച്ചർ കാണല്ലേ, ഇവിടെ ആണ് സീറോ. അപ്പോൾ ഈ സീറോയിൽ നിന്നും ആര് 4 times ജമ്പ് ചെയ്യണം? ഈ 3 4 times ജമ്പ് ചെയ്യണം. ഈ 4 3 times ജമ്പ് ചെയ്താലും കുഴപ്പമില്ല, കാരണം അതിന് ഹന്ന അടങ്ങിയിരുന്ന മോളെ മൊബൈൽ കളിക്കാതെ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് ഈ 3യെ 4 times ജമ്പ് ചെയ്യുക ചെയ്തത്. അത് സ്റ്റാർട്ടിങ് ഫ്രം സീറോ. അതാണ് ഡിഫറൻസ്. മൾട്ടിപ്ലിക്കേഷനും അഡീഷനും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്, മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ സീറോയിൽ നിന്ന് മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേങ്കിൽ മറ്റുള്ള 2 കേസിലും നമ്മൾ നമ്പറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സീറോയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ 3 times ജമ്പ് ചെയ്യണം. എത്ര ഗ്യാപ്പ് ഉണ്ടാവണം? ഈ 4 ഗ്യാപ്പ് ഉണ്ടാവണം. അതായത് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എത്ര എടുത്തേ? 3 എത്തി അല്ലേ? നമ്മൾ 3യിലെത്തും. ദെൻ നെക്സ്റ്റ് ജമ്പ് 6. ദെൻ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുന്നില്ല മോളെ? 4 into 3, 1 4s are 4 അല്ലേ? അപ്പോൾ 1 4s are 4, 2 4s are 8, 3 4s are 12. അതേ രീതിയിൽ ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന്റെ ക്രമം അനുസരിച്ച് നമ്മൾ ജമ്പ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എത്രയും ഈ 3 4 times ജമ്പും 4 into 3 12. നമ്മൾ 12ൽ എത്തി നിൽക്കും. ഓക്കെ, ഇത് നിങ്ങൾക്ക് എക്സസൈസ് പേജ് നമ്പർ 2.1 പേജ് നമ്പർ 31 ചെയ്യാനുണ്ട്. അത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും നിങ്ങൾ ചെയ്യണം. ടെക്സ്റ്റ് ബുക്കാണ്. ഓക്കെ, എക്സസൈസ് 2.1 പേജ് നമ്പർ 31. ഹലോ,
നിങ്ങൾക്ക് മൊത്തത്തിൽ കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചു. മക്കളെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആർക്കാ കേൾക്കാൻ പറ്റാത്തത്? ഒന്ന് കൈ കാണിച്ച്. കേൾക്കാൻ പറ്റുന്നവര് കൈ കാണിച്ചേ. ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നു. ക്ലിയർ ആക്കി കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഗുഡ്. ഏഞ്ചൽ ഉണ്ട്. അവിടെ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? മക്കളെ ഇപ്പൊ എല്ലാവരും ആർക്കെങ്കിലും പിന്നെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ലേ? അല്ല, ഓരോ ടീച്ചേഴ്സിനും തമ്മിൽ സൗണ്ടിന് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഒരു സെക്കൻഡ്. അല്ല, ഇപ്പൊ പ്രത്യേകിച്ച് ക്ലിയർ ആകാനൊന്നും ചെയ്തില്ല. ഞാനിവിടെ വന്നതേ ഉള്ളൂ.